ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിയെ പ്രതിയാക്കാൻ SIT ശ്രമം നടത്തിയത് CPM-ന് വേണ്ടിയോ? തെളിവിന്റെ കണിക പോലും ഇല്ലാതെയുള്ള അറസ്റ്റും ജയിൽവാസവുമെല്ലാം ആരുടെ തിരക്കഥയനുസരിച്ച്? കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ആചാരപരമെന്നറിയാമായിരുന്നിട്ടും CPM കേന്ദ്രങ്ങൾ നടത്തിയ വ്യാജ പ്രചാരണത്തിന് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കാവുന്നതാണ്. സർക്കാരും CPM-ഉം പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ ആചാരപരമായ അവകാശം മാത്രമുള്ള തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളക്കാരന്റെ പരിവേഷം നൽകിയത് ഭക്തരെ മുറിപ്പെടുത്താനും ആശയക്കുഴപ്പത്തിനും വേണ്ടിയോ? ജനം TV ഈ വിഷയം ഇന്ന് പരിശോധിക്കുകയാണ്. നമ്മളോടൊപ്പം പ്രതിനിധികൾ ചേരുന്നു. R രാജീവും M മനോജും ചേരുന്നു. ആദ്യം R രാജീവിലേക്ക്. രാജീവ്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിയെ പ്രതിയാക്കിയത് വളരെ ബോധപൂർവമായിരുന്നു, ഗൂഢാലോചന തന്നെയായിരുന്നു ഇതിന്റെ പിന്നിൽ? SIT ഇത്തരമൊരു ശ്രമം നടത്തിയത് CPM-ന് വേണ്ടിയാണ് എന്നുള്ള ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? രോഹിണി, ആദ്യഘട്ടം മുതൽ ഈ ഒരു സംശയം ഉയർന്നതാണ്. പ്രത്യേകിച്ചും തന്ത്രിയെ പെട്ടെന്ന് പ്രതി ചേർക്കുന്നു, മാത്രമല്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT പോകുന്നു. ആ സമയം നമുക്കറിയാം CPM-ന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, CPM നേതാവ് പത്മകുമാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന N വാസു എന്നിവർ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊപ്പമാണ് CPM-നൊപ്പം നിന്ന ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൂടി അറസ്റ്റിലാകുന്നത്. ഇത് CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. മാത്രമല്ല CPM-ആണ് ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും തെളിവുകളുമൊക്കെ ഒന്നൊന്നായി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നത്. അതോടുകൂടി സർക്കാർ ലക്ഷ്യമിട്ടത്, അല്ലെങ്കിൽ CPM കേന്ദ്രങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് തന്ത്രിയാണ്. അതായത് CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല ഇത്തരം ഒരു സ്വർണ്ണക്കവർച്ച അവിടെ നടന്നത്. CPM നേതാക്കളായ പത്മകുമാറിനും വാസുവിനുമെന്നും യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു ഒരു ഘട്ടത്തിൽ CPM നടത്തുന്നത്. കാരണം CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് കാരണമെന്ന് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച വലിയ രീതിയിൽ ചർച്ചയാകുന്നു. N വാസുവും അതുപോലെ തന്നെ പത്മകുമാറും അറസ്റ്റിലാകുന്ന സാഹചര്യം വിശദീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല ഈ പത്മകുമാർ അറസ്റ്റിലായിട്ട് പോലും പാർട്ടി നടപടികൾ ഒഴിവാക്കി. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിലാണ് ചേരുന്നത്. ശ്രീ അനിൽ വിളയിൽ, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ പ്രതിയാക്കാൻ SIT ശ്രമം നടത്തിയത് CPM-ന് വേണ്ടിയാണോ എന്നുള്ള സൂചനകൾ, സംശയങ്ങൾ തന്നെയാണ് ഉയരുന്നത്. കാരണം തെളിവിന്റെ ഒരു കണിക പോലും തന്ത്രിക്കെതിരെ ഇല്ല. ഇതറിയാമായിരുന്നിട്ട് കൂടി വളരെ ബോധപൂർവം, വളരെ പെട്ടെന്ന് തന്ത്രിയെ ഇതിന്മേൽ കൊടുക്കാൻ ശ്രമിച്ചത് ആർക്കു വേണ്ടി എന്നുള്ളത് ഉയരുന്ന ചോദ്യം തന്നെയല്ലേ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി എഴുതപ്പെട്ട ഒരു തിരക്കഥയാണ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയ സമയത്ത് തന്നെ ഈ തന്ത്രി എടുത്തൊരു നിലപാടുണ്ട്. അത് ഭക്തർക്കൊപ്പം, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അന്ന് തന്ത്രി എടുത്തത്. ആ സമയത്ത് തന്നെ വളരെ ഹീനമായ ഭാഷയിൽ, വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹത്തിനെ ചിത്രീകരിച്ചിരുന്നു. തന്ത്രി രാജീവരെ ചിത്രീകരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. പൊതുയോഗത്തിൽ പോലും വൃത്തികെട്ട ഭാഷയിൽ തന്ത്രിയെ അപമാനിച്ച വ്യക്തിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തിനെ കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ പൂർത്തിയാക്കി. അതിനുവേണ്ടി SIT മുഖ്യമന്ത്രിയുടെ മുമ്പിൽ SIT ആയിട്ട് സിറ്റായിട്ട് ഇരുന്നു കൊടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞ തിരക്കഥയനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഞങ്ങളൊക്കെ നേരത്തെ തൊട്ട് പറയുന്നത് പോലെ തന്നെ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അത് തന്ത്രിയെന്നോ മന്ത്രിയെന്നോ സിനിമാ നടനൊന്നും ഇല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ടാകണം, ഇത് ധാർമ്മികതയുടെ ഒരു കാര്യം കൂടിയുണ്ട്. ഒരാളോടുള്ള വിരോധം കാരണത്താൽ അയാളെ പ്രതിയാക്കുക എന്ന് പറഞ്ഞ വളരെ ഹീനമായ പ്രവൃത്തിയാണ്. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആചാര്യ പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ തന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് SIT പാലിക്കേണ്ട പല നടപടിക്രമങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ വ്യക്തമായി ശേഖരിക്കണം, ശാസ്ത്രീയമായി അത് അപഗ്രഥിക്കണം, പരിശോധിക്കണം. ഇതൊന്നും ഇല്ലാതെ അറസ്റ്റിന് വേണ്ടിയുള്ള ഒരു അറസ്റ്റായിട്ടാണ് ഈ അറസ്റ്റിനെ നമ്മൾ കാണുന്നത് എങ്കിൽ അതിനെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് ജഡ്ജി C മോഹിതിന്റെ ജഡ്ജ്മെന്റ് ആ ഓർഡർ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്ത്രിയെ ഈ കേസുമായി ബന്ധിപ്പിക്കത്തക്ക യാതൊരു ഘടകവുമില്ല. രണ്ടാമത്തെ കാര്യം, ബാക്കി പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയ സംഭവവും ഈ സംഭവവുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ബാക്കിയുള്ളവരൊക്കെ തന്നെ സ്വാഭാവികമായി കുറ്റപത്രം 90 ദിവസത്തിനകം കൊടുക്കാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം നേടിയപ്പോൾ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായ ഒരാൾ പുറത്തിറങ്ങിയായിരുന്നു. തന്റെ വാദമുഖങ്ങൾ കോടതിയിൽ പ്രൂവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി 40-41 ദിവസമായപ്പോൾ തന്നെ
ഇദ്ദേഹത്തിനെതിരെ പ്രഥമ ദൃഷ്ടിയാ തന്നെ കേസ് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഈ ഇദ്ദേഹത്തിന് തന്ത്രിയെ പുറത്തിറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ സൂചനയാണിത്. ഇലക്ഷൻ വരെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇതിങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി മന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയുള്ളൊരു കള്ളക്കളിയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് CBI പോലുള്ള ഏജൻസി ഏൽപ്പിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇപ്പോഴും അത് മനസ്സിലാകാതെ പോകുന്നത് എന്താണ് എന്നുള്ള ആശങ്ക എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഈ തന്ത്രിയെ മുഖ്യമന്ത്രി കുടുക്കിയതാണ്. CPM-നേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തന്നെയാണ് കേരളത്തിലെ CPM. മുഖ്യമന്ത്രിയാണ് തന്ത്രിയെ കുടുക്കിയത്. അതെന്തിനാണ്? ഒരു മുൻ മന്ത്രിയെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയാണ് തന്ത്രിയെ കുടുക്കിയത് എന്ന് തീർത്തും നമുക്ക് പറയാൻ സാധിക്കും. ശരി, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്. രാജീവിലേക്ക് വീണ്ടും പോവുകയാണ്. രാജീവ്, തുടരാം. തന്ത്രിയെ കുടുക്കിയത് ആർക്കു വേണ്ടി? വളരെ ബോധപൂർവമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു, ഗൂഢാലോചന തന്നെയായിരുന്നു ഇതിന് പിന്നിലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് CPM നേതാക്കൾ പ്രതിസന്ധിയിലാവുന്ന, പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി, ഇതിന് പിന്നാലെ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്നു. മുൻ ദേവസ്വം മന്ത്രിയാണ്, അദ്ദേഹത്തിലേക്ക് കൂടി അന്വേഷണം പോകുന്നു എന്ന് മാത്രമല്ല, ആദ്യം പറഞ്ഞതൊക്കെ കടകംപള്ളി സുരേന്ദ്രന് വിഴുങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങളില്ല, ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് അറിയാവുന്നത് എന്നായിരുന്നു ആദ്യം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതെങ്കിൽ അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്ന ഒരു സാഹചര്യം. അതോടുകൂടി CPM വീണ്ടും പ്രതിരോധത്തിലായി. തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി, തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അതും ഈ സ്വർണ്ണക്കവർച്ച വലിയ രീതിയിൽ ചർച്ചയാവുകയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM-ഉം മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് ഇത്തരമൊരു തിരക്കഥ ഒരുക്കിയത്. കാരണം തിരക്കിട്ടുള്ള ഒരു അറസ്റ്റ് തന്ത്രിയുടെ കാര്യത്തിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതാണ്. അവർ പോലും പങ്കുവച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തന്ത്രിയെ തിരക്കിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം തന്ത്രിക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ് ചില ഉന്നത ഉദ്യോഗസ്ഥർ പോലും സൂചിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും SIT ആണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതുകൊണ്ടൊന്നും പരസ്യമായ അവർ അക്കാര്യങ്ങളൊന്നും പ്രതികരിക്കാറില്ല. പക്ഷേ രഹസ്യമായി അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നു, അത്തരം തെളിവുകളില്ല എന്ന്. ഏതായാലും നിലവിലിപ്പോൾ കോടതി കൂടി എത്തിയിരിക്കുന്ന നിരീക്ഷണം അതുതന്നെയാണ്. അതായത് കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല അന്വേഷണ സംഘത്തിന്. തന്ത്രിക്കെതിരെ തെളിവില്ല. മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ ഏതെങ്കിലും തരത്തിൽ തന്ത്രി പങ്കാളിയായതിൻ്റെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച, അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൽ പറയുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നാണ്. അതായത് ആദ്യഘട്ടത്തിൽ കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് അനുജ്ഞ നൽകിയില്ല. അതൊരു കുറ്റമായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ SIT ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ കോടതി കൃത്യമായി പറയുന്നു ഈ അനുജ്ഞ നൽകിയില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തന്ത്രി ഒരു മറുപടി നൽകിയില്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കാണാൻ കഴിയുന്നത്? മാത്രമല്ല ഒരു ഗൂഢാലോചന അതിൽ നടന്നില്ല, അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശം തന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാണ് പ്രധാനമായും കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതിനൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ നിയമവൃത്തങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ആചാര ലംഘനം നടത്തിയെന്ന് പറയുമ്പോൾ തന്ത്രിക്കുള്ളത് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശം മാത്രമാണ്. ദേവസ്വം മാനുവലിൽ വളരെ കൃത്യമായി തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കളും അതുപോലെ തന്നെ അവിടെ നടക്കേണ്ട അറ്റകുറ്റപ്പണികളും ഒക്കെ നടത്തേണ്ടത് ദേവസ്വം ബോർഡാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. അതിൽ തന്ത്രിക്ക് ഒരു പങ്കുമില്ല എന്നിരിക്കെ തന്ത്രി സംരക്ഷിക്കേണ്ടത് ആചാരങ്ങൾ മാത്രമാണ്. ഇക്കാര്യം കോടതിയിലും തന്ത്രിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. തന്ത്രിക്കുള്ളത് ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശം മാത്രമാണ്. തന്ത്രി പല ഘട്ടത്തിലും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയമാണ് ആദ്യമുണ്ടായത്. ആ ശബരിമല യുവതീ പ്രവേശന വിഷയം നടക്കുന്ന സമയത്ത് യുവതികളെ ശബരിമലയിൽ കയറ്റും എന്ന നിലപാട് സർക്കാർ എടുത്തു. അന്ന് തന്ത്രി എടുത്ത നിലപാടെന്ന് പറയുന്നത് അങ്ങനെ ശബരിമലയിലേക്ക് യുവതികളെ കയറ്റുകയാണെങ്കിൽ നട അടച്ചിടുമെന്നൊരു നിലപാടെടുത്തിരുന്നു. അതിനെതിരെ സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് രംഗത്ത് വന്നു. തന്ത്രിക്ക് അതിനുള്ള അവകാശമില്ല എന്നായിരുന്നു പ്രധാനമായും അന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് ആ ഘട്ടത്തിൽ പറയുന്നു തന്ത്രിക്ക് അതിനുള്ള അവകാശമില്ല എന്ന് പറയുന്നത് സർക്കാരാണ്, ദേവസ്വം ബോർഡാണ്. ഇതിനുശേഷമാണ് അതേ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് പറയുന്നത് തന്ത്രിയാണ് ഇതിനെല്ലാം ഉത്തരവാദി. ഈ രീതിയിലൊരു കട്ടളപ്പാളികൾ കൊണ്ടുപോകുമ്പോഴും ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോഴും തന്ത്രി അതിനെ എതിർക്കേണ്ടതായിരുന്നു എന്ന് മറുവശത്ത് ഈ രീതിയിൽ പറയുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ഒരു വർഷം മുഴുവൻ നട തുറന്നിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. അത്തരമൊരു ആലോചന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനോട് തന്ത്രി യോജിച്ചില്ല.
ഇതെല്ലാം കോടതിയിൽ കൃത്യമായി തന്ത്രിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിലുള്ള വിരോധം സർക്കാരിനുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശനത്തിലെ സർക്കാർ നിലപാടിന് എതിര് നിന്നു, ദേവസ്വം ബോർഡിന്റെ നിലപാടിനെതിരെ നിന്നു. ഇതിനുശേഷമാണ് വർഷം മുഴുവൻ ശബരിമല നട തുറക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിനും തന്ത്രി എതിരിരുന്നു. അതായത് ആചാരങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൃത്യമായി തന്ത്രി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആചാരങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതേസമയം തന്നെ അവിടെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം തന്ത്രിക്കല്ല, അത് ദേവസ്വം ബോർഡിനാണ്. ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. മാത്രമല്ല കോടതി പറഞ്ഞിരിക്കുന്നത് തെളിവിൻ്റെ കണിക പോലും ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, യാതൊരുവിധ തെളിവും തന്ത്രിക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. SITക്ക് അത് കനത്ത തിരിച്ചടിയാണ്. തന്ത്രിയെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് ഇനിയെങ്കിലും വ്യക്തമാക്കേണ്ട അവസ്ഥയിലേക്ക് SIT എത്തുകയാണ്. രോഹിണി. ശരി രാജീവ്, തുടരുക. നമുക്ക് മനോജിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മനോജ്, തന്ത്രിയുടെ ജാമ്യാപേക്ഷയിന്മേലുള്ള ഹർജി പരിഗണിക്കവേ അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിനു പിന്നിൽ സർക്കാരിന് തന്നോടുള്ള വൈരാഗ്യം എന്ന് തന്നെയാണ് തന്ത്രി പറയുന്നത്. യുവതീ പ്രവേശനത്തെ എതിർത്തത് മുതൽ തനിക്കെതിരെ സർക്കാരിന് ശത്രുതയുണ്ടായിരുന്നു. ഇതാണ് അറസ്റ്റിലേക്ക് നയിക്കാനുള്ള കാരണമായതും എന്നുമാണ് തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. യഥാർത്ഥത്തിൽ ഇതുതന്നെയായിരുന്നില്ലേ വസ്തുതയും? തീർച്ചയായും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം കോടതിയിൽ അഭിഭാഷകരടക്കം ഉന്നയിച്ചിട്ടുള്ള വാദം ഇക്കാര്യം തന്നെയാണ്. അതായത് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുമ്പോഴാണ് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തന്ത്രി എടുത്ത നിലപാടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ അറിയിക്കുന്നത്. അതായത് അന്ന് മുതൽ തന്നെ സർക്കാരിന് ഈ തന്ത്രിയോടൊരു വൈരാഗ്യമുണ്ടായിരുന്നു. ആ വൈരാഗ്യം തന്നെയാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചത്. അതായത് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എത്തിച്ചത് ആ കാരണം കൊണ്ട് തന്നെയാകും എന്നുള്ള കാര്യം ഈ അഭിഭാഷകർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാദം ഉയർന്ന സമയത്ത് തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട CPMന്റെ സമന്വിതരായിട്ടുള്ള നേതാക്കൾ അറസ്റ്റിലാകുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ തലത്തിൽ തന്നെ CPMന് വലിയൊരു തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലാണ് തന്ത്രിയിലേക്ക് ഈ അന്വേഷണം പോകുന്നത്. അത് SIT പെട്ടെന്നൊരു ദിവസം തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. പിന്നീട് തന്ത്രിയിലേക്കായി ഈ ഒരു അന്വേഷണത്തിൻ്റെ മുഴുവൻ ഫോക്കസും, അതായത് തന്ത്രിയുടെ വീട് പരിശോധിക്കുന്നു, തന്ത്രിയുടെയും തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയും നിക്ഷേപങ്ങൾ എത്രയെന്ന് പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള അന്വേഷണം, അതിൻ്റേതായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുന്നു. തന്ത്രിയുടെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് SIT വലിയ രീതിയിൽ തന്ത്രിയുടെ ജാമ്യത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. കോടതിയിൽ ഈ SIT നടത്തിയിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അതായത് തന്ത്രിയുടെ ഈ കുടുംബാംഗങ്ങൾ, അതായത് ഭാര്യയുടെ ഉൾപ്പെടെ നിക്ഷേപങ്ങൾ ഇത്രയാണ്, ഇവിടെയൊക്കെ ഇത്രയാണ് എന്നുള്ള കാര്യം അത് റിപ്പോർട്ട് സഹിതം കോടതിയിലേക്ക് എത്തിച്ച് ആ തരത്തിലേക്ക് അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ കോടതി അതിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തി. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സാമ്പത്തിക ലാഭവും തന്ത്രിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ തന്ത്രിയുടെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്ന വാദമെന്ന് പറയുന്നത് ഈ ദേവസ്വം മാനുവലിൽ പറയുന്നത് പോലെ തന്നെ തന്ത്രിക്ക് താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ആ പൂജ അതോടൊപ്പം തന്നെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കുക. മനോജ് തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, തന്ത്രിയെ കുടുക്കിയത് എന്തിന്, ആർക്കുവേണ്ടി എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. SIT അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് CPM ഉന്നത നേതാക്കളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് തന്ത്രിയെ കുടുക്കാനുള്ള ശ്രമം നടത്തിയതും തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നും ഇത് വളരെ ബോധപൂർവമുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയല്ലേ? തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദു സമാജം, ഹൈന്ദവ സംഘടനകൾ, ക്ഷേത്രവിശ്വാസികൾ അവര് അന്ന് പറയാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ അന്ന് പറഞ്ഞതും ഈ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ നിലയ്ക്ക് തന്ത്രി കുറ്റക്കാരനാണ് എങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതിനകത്ത് തെറ്റില്ല, ആരായാലും അയ്യപ്പന്റെ മുതൽ കവർന്നെടുക്കുന്നവര് ശിക്ഷാർഹരാണ്, അവർ മാപ്പർഹിക്കുന്നില്ല, ഈ നിലപാടായിരുന്നു എടുത്തത്. പക്ഷെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പത്മകുമാറിനെയും അതേപോലെ വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് SITക്ക് മുന്നോട്ട് പോകാൻ പിന്നെ വഴികളില്ലാതെ വന്ന സമയത്താണ് SIT ഈ തന്ത്രി അറസ്റ്റ് ചെയ്തത്. തന്ത്രി അറസ്റ്റ് ചെയ്ത് SIT തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് SIT പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നൊക്കെ. പക്ഷെ ഇപ്പോ
കോടതിയുടെ മുമ്പാകെ SITക്ക് തന്ത്രിക്കെതിരെ യാതൊരു തെളിവും ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് ആസൂത്രിതമായിരുന്നു, അതൊരു ഗൂഢാലോചനയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് പറ്റുക. കാരണം തന്ത്രിക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിനോ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നതിനോ ഒരാളും ഒരു തെറ്റും പറയില്ല. പക്ഷെ ഇപ്പൊ തന്ത്രിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനായിരുന്നു അറസ്റ്റ്? എന്തായിരുന്നു അന്ന് SIT ഉദ്ദേശിച്ചത്? അതായത് പ്രശാന്തിനെ പോലെ ഈ വിഷയത്തിൽ 2025 ഈ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കട്ടളപ്പാളി കൊടുത്തുവിട്ടതില്, ദ്വാരപാലകരുടെ കൊടുത്തുവിട്ടതിലൊക്കെ കുറ്റക്കാരായിട്ട് നിൽക്കുന്ന പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതേപോലുള്ള നിരവധി ആളുകൾ SIT തന്നെ കോടതിയിൽ പറഞ്ഞതനുസരിച്ചിട്ട് നിർണായകമായ 5 പേര് എന്നൊക്കെ പറഞ്ഞിരുന്നു. ദ്വാരപാലകയുടെ കേസിൽ 3 പേരും കട്ടളപ്പാളി കേസിൽ 2 പേരും വളരെ നിർണായകമായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ ഹൈക്കോടതിയിൽ മൊഴി നൽകിയ സബ്മിഷൻ കൊടുത്തത് SIT ആണ്. ആ 5 പേരുടെ അറസ്റ്റ് എവിടെ? ആ 5 പേര് ആരൊക്കെയാണ്? അതിനൊന്നും ഒരു മറുപടി ഇല്ലെന്ന് മാത്രമല്ല, തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മൊത്തം കേസ് വഴിതിരിച്ചു വിട്ട് CPM-നെതിരെ ഉയർന്ന ജനരോഷത്തെ തണുപ്പിക്കാനും അത് തന്ത്രിക്കെതിരായിട്ട് തിരിച്ചുവിടാനും വേണ്ടി നടത്തിയ ആസൂത്രിതമായ ശ്രമമാണ് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതോടെ CPM-ന്റെ തന്ത്രം, CPM-ന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. CPM SITയെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണകൂടം SITയെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമായിട്ടാണ് നമുക്ക് തന്ത്രിയുടെ അറസ്റ്റിനെ കാണാൻ സാധിക്കുന്നത്. തന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്, തന്ത്രി ആ നിലയ്ക്ക് എന്തെങ്കിലും വഴിവിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോ കോടതി തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ തന്ത്രി കുറ്റക്കാരനല്ല എന്ന രീതിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ തന്ത്രി അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇനിയിപ്പോ കേസ് വിചാരണയിലും ഒക്കെ നടക്കട്ടെ. തന്ത്രി ധാർമ്മികമായി കുറ്റക്കാരനാണോ എന്നുള്ളത് അത് വേറെ വിഷയം. പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും തെറ്റുകാരനല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഈ കോടതി വിധി എത്തിക്കുന്നത്. പൂർണ്ണമായും SIT പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതാണ്. ഈ SITയിലുള്ള വിശ്വാസം സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. SIT ഭരണകൂടത്തിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോ വ്യക്തമായിരിക്കുകയാണ്. ഈ SIT ഹൈക്കോടതിക്ക് SITയിൽ വിശ്വാസം ഉണ്ടാകാം, പക്ഷെ പൊതുസമൂഹത്തിന് SITയിൽ യാതൊരു വിശ്വാസവുമില്ല. പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത ഹൈക്കോടതിയിൽ പോലും ഹൈക്കോടതിയെ കുറിച്ച് പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കമന്റുകൾ ദയവായി ഇനി ഹൈക്കോടതി നടത്താതിരിക്കണം. ഈ SIT ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത SIT ആണ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ശരി, വളരെ നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചതിന്. സ്വർണ്ണ കവർച്ചയിൽ എന്തായാലും തന്ത്രിയെ കുടുക്കിയത് എന്തിന്, ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്.